ഹായ്, ഞാൻ ഡോക്ടർ അഖിൽ, ഡെന്റിസ്റ്റ് ആണ്. കഴിഞ്ഞ കുറേ റീൽസിനകത്ത് നമ്മൾ കുറേ ഡെന്റൽ ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചും പേഷ്യൻസിൻ്റെ കഥകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എൻ്റെ കഥ ഞാൻ പറയാം. ഡേ ഇൻ മൈ ലൈഫ്. എവറി ഡേ ഞാൻ ഒരു 50 കിലോമീറ്റേഴ്സ് ഡ്രൈവ് ചെയ്തിട്ടാണ് എൻ്റെ ക്ലിനിക്കിലേക്ക് വരുന്നത്. 50 കിലോമീറ്റേഴ്സ് അത്രയ്ക്ക് വലിയ ദൂരമായിട്ടൊന്നും ഇപ്പം എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാ ദിവസവും ഇങ്ങനെ പോയി അതിപ്പോൾ ഒരു 5 കിലോമീറ്റർ ആയിട്ട് എനിക്ക് തോന്നാറുള്ളൂ. ഇപ്പം ദിവസേന ഒരു 50 കിലോമീറ്റർ വണ്ടി ഓടിച്ചാൽ എനിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. രാവിലെ അറൗണ്ട് ഒരു 10:30 ആകുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ക്ലിനിക്കിൽ എത്താറുണ്ട്. അവിടെ എൻ്റെ ദിവസം തുടങ്ങുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഒരു കാര്യം ചെയ്യും, 2 മണി തൊട്ട് ഈ സുഗന്ധിക്ക് കൊടുക്കാം. 3, 4, 5, 6, 7, 8. അപ്പം എനിക്ക് 4 പേരാണ്. ബോർഡിൽ നോക്കിയപ്പം 10 പേഷ്യൻ്റ് 8 പേഷ്യൻ്റ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് എനിക്കുള്ളത് വെറും 3 പേഷ്യൻസ് മാത്രം. അതായത് എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള 3 പേഷ്യൻസ്. പണ്ട് വാക്ക്-ഇൻ പേഷ്യൻസിന് ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അതായത് ഒരു പേഷ്യൻ്റ് വരുന്നു, എനിക്ക് പല്ലുവേദനയാണ്, ഞാൻ നോക്കുന്നു, അന്ന് എടുക്കാൻ പറ്റുന്ന പല്ലാണോ അന്ന് തന്നെ എടുക്കും. ഒരു പേഷ്യൻ്റ് വരുന്നു, റൂട്ട് കനാൽ ചെയ്യണം, പല്ലുവേദനയാണ്, അന്ന് തന്നെ ചെയ്യാൻ പറ്റുമോ അന്ന് തന്നെ ചെയ്തു കൊടുക്കും. പക്ഷെ അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയുള്ള പേഷ്യൻസ് അതിൻ്റെ ഫോളോ അപ്പിനോ ബാക്കി ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനോ അവരങ്ങനെ തിരിച്ചു വരാറില്ല. കാരണം അവരന്ന് വരുന്ന അവരുടെ പ്രോബ്ലം ഞാൻ അപ്പം തന്നെ തീർത്തങ്ങ് വിടുക. അതെന്തുകൊണ്ട് അവർക്ക് വന്നെന്നോ, അതെങ്ങനെ മാനേജ് ചെയ്യണമെന്നോ, ഇനി അതെങ്ങനെ വരാതിരിക്കണമെന്നോ എനിക്ക് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ടൈം കിട്ടാറില്ലായിരുന്നു. ഈ പ്രോബ്ലം മാറ്റാനായി ഞാൻ ചെയ്തൊരു കാര്യം, അപ്പോയിൻമെൻറ്റ് ബേസിൽ മാത്രമേ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുള്ളൂ. അതിൻ്റെ അർത്ഥം കൺസൾട്ടേഷനോ പെയിൻ മാനേജ്മെൻറ്റിനോ വേറെ ഒരു സമയം മാറ്റി വെക്കുമെന്നല്ല. ഇപ്പോൾ ഇവിടെ ഒരാൾ പല്ലുവേദനയായിട്ട് വന്നു, ഞാൻ റൂട്ട് കനാൽ സ്റ്റാർട്ട് ചെയ്താലേ അദ്ദേഹത്തിന് പെയിൻ മാറുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യും. ഒരാൾ മറിഞ്ഞു വീണ് പല്ലൊടിഞ്ഞു വന്നു, അത് മാറ്റിയാലേ ആൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും എന്നൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. അതല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് പ്ലാൻ ചെയ്ത് ഒരു പേഷ്യൻ്റ് ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് അവർക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി വീണ്ടും ആ ഒരു സിറ്റുവേഷനിൽ എത്തിക്കാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഡെൻ്റൽ എഡ്യൂക്കേഷൻ. നമ്മൾ കോളേജസിൽ ആസ് എ ഡെൻ്റൽ സ്റ്റുഡൻ്റ് ആയിട്ടിരുന്ന സമയത്ത് ഡെൻ്റൽ എഡ്യൂക്കേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിരുന്നു. പക്ഷേ ഞാൻ കോളേജ് വിട്ട ശേഷം എനിക്കത് പ്രാക്ടീസ് ചെയ്യാനേ പറ്റിയിട്ടില്ല. നമ്മൾ കോളേജിൽ വരുന്ന പേഷ്യൻ്റ് നമ്മൾ ഇതിനെക്കുറിച്ച് കാര്യമായി പറഞ്ഞു കൊടുക്കും. ഡെൻ്റൽ ക്യാമ്പ്സ് ഉണ്ടായിരുന്നു, ഇതിനകത്തൊക്കെ നല്ല കാര്യമായിട്ട് നമ്മൾ ഇൻവോൾവ് ചെയ്തിരുന്നതുകൊണ്ട് ഡെൻ്റൽ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. പക്ഷേ ഒരു പ്രൈവറ്റ് പ്രാക്ടീസിലേക്ക് വന്നപ്പോൾ പേഷ്യൻസ് പെട്ടെന്ന് വരുന്നു, അവർക്ക് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, അവർക്ക് പെട്ടെന്ന് പോകണം. ഒരു പേഷ്യൻ്റ് വന്ന് അവരെ പെട്ടെന്ന് ഫിനിഷ് ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത പേഷ്യൻ്റ് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഡെൻ്റൽ എഡ്യൂക്കേഷനൊക്കെ മറന്നേ പോകും. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നഷ്ടം ഒരു ഡെൻറ്റിസ്റ്റിന് തന്നെയാണ്. കാരണം നമ്മളുടെ അടുത്ത് ഒരു സഹായത്തിന് വേണ്ടി വരുന്ന ഒരാളെ നമ്മളുടെ ജോലി മാത്രം ചെയ്ത് നമ്മൾ വിടുക. നമ്മളവർ പറഞ്ഞു കൊടുക്കേണ്ട അവർക്കൊരു ഇൻസൈറ്റ് കൊടുക്കണം. അത് ഇതുകൊണ്ടാണ് ഇത് ഉണ്ടായത്, അത് മാറ്റാൻ നമുക്ക് സാധിച്ചിരുന്നില്ല. ഇതെൻ്റെ വർക്ക് സ്പേസുമാണ്, സ്റ്റഡി റൂമുമാണ്. ഞാനിവിടെ വരുന്നത് ചില ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും നമുക്ക് കോളേജിൽ പഠിച്ചിരുന്ന എല്ലാ ബുക്സും ഒന്നുപോലും കളയാതല്ല ഞാൻ ഇവിടെ തന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ ക്ലിയർ ചെയ്യാൻ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്ന റൂം ഇതാണ്. പക്ഷേ ഞാനിവിടെ അങ്ങനെ ഇരിക്കാൻ സമയം കിട്ടാറില്ല. ഞാൻ കൂടുതലും എൻ്റെ വർക്ക് സ്പേസിലാണ് കൂടുതലും ഉണ്ടാവാറുള്ളത്. സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക, സ്റ്റഡി ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ല ഈ കോഴ്സ് എടുത്തതെങ്കിലും, ഞാൻ കഷ്ടപ്പെട്ടാണ് പഠിച്ചതെങ്കിലും ഫ്രം 3rd ഇയർ ഓൺവേർഡ്സ് ഞാൻ കഴിവതും ഈ കോഴ്സ് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ബിക്കോസ് അന്ന് മുതലാണ് ഞാൻ പേഷ്യൻസിനെ എടുത്തു തുടങ്ങിയത്. എന്നാണോ ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കൊണ്ട് ഒരാൾ ഹാപ്പി ആവുന്നു, സ്മൈൽ ചെയ്യുന്നു, ഒരാളുടെ ചവയ്ക്കാനുള്ള കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ മുതൽ ഞാനിത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ശ്രമം തുടങ്ങിയിരുന്നു. പക്ഷേ ശരിക്കും ഞാൻ ഡെൻറ്റിസ്റ്റ് പഠിച്ചു തുടങ്ങിയത് കോളേജിൽ നിന്നല്ല. കോളേജിൽ നിന്ന് ഇറങ്ങി വർക്ക് ചെയ്ത് തുടങ്ങി, കൂടുതൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്ത് തുടങ്ങിയ ശേഷമാണ് ഞാൻ ശരിക്കും ഡെൻറ്റിസ്ട്രി എൻജോയ് ചെയ്ത് തുടങ്ങിയത്, ഞാൻ ശരിക്കും ഡെൻറ്റിസ്ട്രി പഠിച്ചു തുടങ്ങിയത്. ആസ് എ ഡെൻറ്റിസ്റ്റ് ഞാൻ എപ്പോഴും പറയും, ദിസ് ഈസ് ദ ബെസ്റ്റ് കോഴ്സ്. ബിക്കോസ് വേറെ ഒരു കോഴ്സിലും ഇല്ലാത്ത പോലെ നമുക്ക് എപ്പോഴാണോ നമ്മുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നുന്നത് ആ സമയത്ത് നമ്മളുടെ മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ചെയ്യും. ഒരുപാട് നല്ല മെൻറ്റേഴ്സ്, ഈവൻ നമ്മുടെ ഡെൻ്റൽ അസോസിയേഷൻ IDA അവർ ഒരുപാട് CD പ്രോഗ്രാം, കണ്ടിന്യൂഡ് ഡെൻ്റൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. whenever you get opportunities as a dentist, whenever you get opportunities, go for it, try for it and improve your skills.
എനിക്ക് വീട്ടിൽ പോകുന്ന സമയമായി, ഇത് ഒരുപാട് ലേറ്റായി. ആസ് എ പേരൻറ്റ് ഞാൻ വീട്ടിലെത്താനുള്ള സമയം ഒരുപാട് വൈകി. എൻ്റെ കുഞ്ഞ് സ്കൂളിൽ നിന്ന് വന്ന് കാണും, അവൾ എന്നെ കുറേ അന്വേഷിച്ച് കാണും, തിരിച്ച് വീട്ടിൽ വന്ന് എന്താ പറയുക ഭക്ഷണം കഴിച്ച് ഇപ്പോൾ കിടക്കുന്നതിന് മുമ്പ് അഖിലെവിടെ എന്ന് ചോദിക്കുന്നുണ്ടാവും. അതായത് ആസ് എ പാരൻറ്റ് ഞാനിന്നൊരു ഫെയിലറാണ്. പക്ഷേ ആസ് എ ഡെൻറ്റിസ്റ്റ് ഞാനിതൊരു 3 പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്തു. ഞാൻ ഈ വ്ളോഗ് എടുക്കാനുള്ള ഒരു കാരണം, റീസെൻ്റ്ലി ഞാനൊരു ഷോർട്സ് യൂട്യൂബിൽ ഇട്ടപ്പോൾ ഒരുപാട് പേര് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അതിനകത്ത് കമൻറ്റ് ചെയ്യും, അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്തു. അതിനകത്ത് ചില കമൻറ്റ്സ് ജെന്യുവിൻ കമൻറ്റ്സ് ആയിരുന്നു. പേഷ്യൻസ് എൻ്റെ പേഴ്സണൽ പേഷ്യൻസ് വന്നിട്ട് അവരെ കമൻറ്റ് ചെയ്തിരുന്നു. ചില ജെന്യുവിൻ ഡൗട്ട്സ് ചോദിച്ചിരുന്നു. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് താങ്ക്സ് ഫോർ കമൻറ്റിങ് ആൻഡ് താങ്ക്സ് ഫോർ കെയറിങ്.